ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പഴവും പാലും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് 5 നേന്ത്രപ്പഴമാണ് എടുത്തത്. അധികം പഴുക്കാത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ. ഒരു 3/4 ഭാഗം പഴുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വന്ന ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. അധികം പഴുത്ത പഴമാണെങ്കിൽ അധികം വേവിക്കേണ്ട ആവശ്യമില്ല. കുക്കറിലല്ലാതെ പാത്രത്തിൽ വേവിച്ചെടുത്താലും മതി. ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ വേവിച്ചെടുത്തത്. നല്ലോണം വെന്തിട്ടുണ്ട്. ഒരു വിസിൽ വന്നപ്പോൾ ഒരു പാകത്തിനുള്ള വേവാണ് ആയത്. അപ്പോൾ ഇതൊക്കെ കുക്കറിൽ മാറ്റി കൊടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി റൗണ്ടിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇതിന് പകരം ഒരു സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 300 ml പാലാണ് ഒഴിച്ചെടുത്തത്. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി മധുരം അധികം ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചുകൂടെ കൂട്ടി കൊടുത്താൽ മതി. ഇനി ഇതിൽ നിന്ന് കുറച്ച് പാലിന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അരിപ്പൊടി ഇല്ലെങ്കിൽ കോൺഫ്ലവർ ആഡ് ചെയ്താലും മതി. കോൺഫ്ലവർ ആണെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ അരിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ 2.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും ഏകദേശം. നന്നായിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇത് ബാക്കിയുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ പാൽ തിളച്ച് പോവും. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഈ അരിപ്പൊടി ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം നമുക്കിതിലേക്ക് ഞാനൊരു ടീസ്പൂൺ വാനില എസൻസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പകരം ഏലക്കായ പൊടിച്ചത് 2 ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുത്താലും മതി. വാനില എസൻസാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് തിള വരുന്ന സമയത്ത് ഈ അരിപ്പൊടി ഇപ്പോൾ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കുറുകി കിട്ടുമൊന്നും വേണ്ട. നമുക്ക് ചൂടോട് കൂടി തന്നെ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ പഴത്തിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ മുഴുവനായിട്ട് ചുറ്റിനും ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ല തിക്കായി കിട്ടുകയും ചെയ്യും. ഈ പഴത്തുമേൽ ഈ സോസ് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇട്ടത്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മൾ സാധാ പഴം പുഴുങ്ങി കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല ടേസ്റ്റും ഉണ്ടാവും ഈ സോസൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.